അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഇൻഷാ അല്ലാഹ് ഇന്നിൻ്റെ അസ്തമയത്തോടുകൂടി പരിശുദ്ധ റമദാനു ശരീഫിൻ്റെ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നാം അനുഷ്ഠിച്ച സകല സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും സൗഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നാം ഒക്കെ കൂടുതൽ സൽക്കർമ്മനിരതരാവേണ്ട സമയമാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്നാണ്. അങ്ങനെയായിരുന്നു മഹാനായിരിക്കുന്ന സയ്യിദുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി. മഹദിയായിരിക്കുന്ന സയ്യിദത്തുന വ ഉമ്മുന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാനു ശരീഫിൻ്റെ അവസാനത്തെ പത്തിൽ മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു എന്നാണ്. തന്നെയുമല്ല, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ടുദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ ദഖലൽ അശ്റു ശദ്ദ മിഅ്സറഹു വ അഹ്യാ ലൈലഹു വ ഐഖല അഹ്ലഹു. പരിശുദ്ധ റമദാനു ശരീഫിൻ്റെ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ ഉടുമുണ്ട് മുറുക്കിയൊടുക്കും, രാത്രിയെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കുകയും വീട്ടുകാരെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടുമുണ്ട് മുറുക്കി ഒടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു എന്നാണ്. എന്നിട്ടോ രാത്രികാലങ്ങളിൽ നീണ്ട ഇബാദത്ത് ചെയ്യും. പിന്നെയോ തൻ്റെ അഹ്ലുകാരെ മുഴുവനും വിളിച്ചുണർത്തുമായിരുന്നു. ഒറ്റക്കല്ല, എല്ലാവരെയും അതിൽ പങ്കാളികളാക്കുമായിരുന്നു എന്നാണ്. വിശ്വാസികളെ, തന്നെയുമല്ല, ഇനിയുള്ള രാവുകൾ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന് വളരെയേറെ സാധ്യതയുള്ള രാത്രികളാണ്.